അങ്ങനെ ഈ കാണുന്നതാണ് നമ്മളുടെ സ്വിങ്സിന്റെ സൈഡ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു സിംഹം ഇരിക്കുന്നത് പോലെ തന്നെയാണ്. ഇനി ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 പിരമിഡുകളുടെ സെന്ററിലായിട്ടാണ് ഈ സ്വിങ്സ് വരുന്നത്. അങ്ങനെ സ്വിങ്സും പിരമിഡ്സും ഒക്കെ കണ്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോകുന്ന വഴി കണ്ട ഒരു കാറിന്റെ കാഴ്ചയാണ് ഇത്. ഈജിപ്തില് ഒരുവിധപ്പെട്ട എല്ലാ കാറുകളും ഈ കോലത്തിലാണ് ഇരിക്കുന്നത്. വളരെ ചുരുക്കം മാത്രമേ നമുക്ക് നല്ല കാറുകൾ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഈജിപ്തിലെ 2ാമത്തെ ദിവസമാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ കാണുന്നത്. ഞാൻ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. എനിക്കെന്തോ ഇവിടുത്തെ ഫുഡൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മളിന്ന് പോകുന്നത് ഈജിപ്തിലെ സെലിബ്രിറ്റീസിനേക്കാളും ഡിമാൻഡുള്ള മമ്മിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈജിപ്തിൽ ലേഡീസിന് പോകാൻ ഒട്ടും തന്നെ സേഫ് അല്ല എന്ന് ഞാൻ കുറെ കേട്ടു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ, എത്ര സേഫ് അല്ലാത്ത രാജ്യത്താണെങ്കിലും നമ്മൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. നമ്മൾ ലേഡീസ് മാന്യമര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്താൽ 90% പ്രോബ്ലംസും ഇല്ലാണ്ടാക്കാൻ നമുക്ക് തന്നെ പറ്റും. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. ഫൈനലി നമ്മൾ മമ്മിനെ കാണാൻ വേണ്ടിയിട്ട് റോയൽ മ്യൂസിയത്തിൽ എത്തി. ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂസിയം ഒരു പാലസ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരുപാട് പുരാതന വസ്തുക്കളുണ്ട്, പക്ഷെ എല്ലാവരും കാണിക്കാനുള്ള സമയമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു. ഈ കാണുന്ന സ്കെൽട്ടൻ ഇല്ലേ, 35,000 വർഷം പഴക്കമുള്ള സ്കെലിട്ടൻ ആണ് ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്നത് ഇദ്ദേഹം പല പല ആവശ്യങ്ങൾക്കായി യൂസ് ചെയ്തിരുന്ന ടൂൾസ് ആണ്. പിന്നെ ഈ കാണുന്നതാണ് ബോക്സ് ഓഫ് ഹോലി ഖുറാൻ, അതായത് ഖുറാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ബോക്സ് ആണ്. പിന്നെ ഈ കാണുന്നത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളുടെ ഈജിപ്ഷ്യൻ മമ്മിനെ ഇട്ടുവെക്കുന്ന കൊഫിനാണ് ഈ കാണുന്നത്. ഇനിയാണ് നമ്മൾ നമ്മളുടെ മെയിൻ ആളെ കാണാൻ വേണ്ടി പോകുന്നത്. ഓ മൈ ഗോഡ്, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സഫോക്കേഷൻ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സെക്യൂരിറ്റി വന്നിട്ട് എന്നോട് പറഞ്ഞു ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ ഇവിടെ അലൗഡ് അല്ല. അതുകൊണ്ട് ഇവിടെ കുറേ മമ്മീസ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എല്ലാവരും ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ നൈൽ നദിയുടെ തീരത്ത് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്.